ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ തിരിച്ച് ബാംഗ്ലൂർ നമ്മുടെ ഫ്ലാറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ വന്നിട്ടുള്ള രണ്ടാമത്തെ ദിവസത്തെ ഒരു വീഡിയോ കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ബാക്ക് ടു ബാംഗ്ലൂർ ലൈഫിലേക്ക് വന്നേക്കുവാണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ്, ഡേ എന്ന് പറഞ്ഞാൽ ഫുള്ളില്ല, നമ്മളൊരു മോർണിംഗ് ടൈം മാത്രമേ ഉള്ളൂ കേട്ടോ ഉൾപ്പെടുത്തിയേക്കുന്നത്. രാവിലെ തൊട്ട് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്ന ടൈം വരെയുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോഴത്തെ പതിവ് പോലെ രാവിലെ എൻ്റെ സ്ഥിരം പരിപാടി, എൻ്റെ സ്ഥിരം ഏരിയ കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഇതേണ്ട ചായ വെക്കുവാണ്. അപ്പം നാട്ടിൽ പോയപ്പോഴത്തേനും ഈ പറഞ്ഞ പോലെ നല്ല രസമാണ്. രാവിലെ താമസിച്ചേക്കുന്നു, ചായ മുന്നേ കിട്ടുന്നു, ഫുഡ് മുന്നേ കിട്ടുന്നു, ഒന്നും അറിയണ്ട. പിന്നെ നമ്മൾ കറക്കത്തോട് കറക്കം അങ്ങനെയൊക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ അതേ നമ്മൾ തിരിച്ചു വന്നു. ഇനിയിപ്പോൾ എൻ്റെ കൈകളിൽ തന്നെ എല്ലാം ഞാൻ തന്നെ ചെയ്യണം. അങ്ങനെ എനിക്കിഷ്ടം കേട്ടോ. അതൊരു രസം, ഇത് വേറൊരു രസം. നമ്മൾ തന്നെ സ്വയം ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാം. പിന്നെ അത് മാത്രമല്ല, നമ്മൾ തന്നെ അങ്ങനെ ചെയ്യുമ്പോഴത്തേനും നമ്മൾ കാര്യങ്ങളൊക്കെ പഠിക്കുകയുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോഴും അതെ കേട്ടോ, നാട്ടിൽ ചെന്നാൽ രണ്ട് വീട്ടിലും ചെല്ലുമ്പോഴത്തേനുള്ളൂ സൈഡ് നിൽക്കാൻ മാത്രം അറിയത്തുള്ളൂ, ഒന്നും കയറി ഏറ്റെടുത്ത് ചെയ്യാൻ അറിയത്തില്ല. ഞങ്ങളിങ്ങനെ തന്നെ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേനുമാണ് ഞാൻ എങ്ങനെയാണ് കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാമെന്നുള്ള പഠിച്ചത് കേട്ടോ. അങ്ങനെ എന്തായാലും വേണ്ട, ഞാൻ രാവിലെ തന്നെ സാമ്പാറിനുള്ളതാണ് കേട്ടോ അടുപ്പേ വെച്ചേക്കുന്നത്. അങ്ങനെ തലേ ദിവസം തന്നെ എല്ലാം അരിഞ്ഞു വെച്ചിട്ട് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അതുപോലെ തന്നെ പരിപ്പും വെള്ളത്തിലിട്ട് അങ്ങ് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതാകുമ്പോൾ രാവിലെ ഒന്നിച്ച് ഇതിനകത്ത് നമുക്ക് സാമ്പാറിൻ്റെ കഷ്ണവും പരിപ്പും എല്ലാം കൂടെ ഒന്നിച്ച് വെന്തെടുക്കാമല്ലോ. അപ്പോൾ നല്ലൊരു പരിപാടി കേട്ടോ. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നിച്ചിടുമ്പോഴത്തേനും പരിപ്പ് ചിലപ്പോൾ വേവാതൊക്കെ ഇരിക്കും. അപ്പം ഇന്നിപ്പോൾ ഹസ്ബൻഡിന് ചോറ് കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ സാമ്പാറും വെച്ച്, അതുപോലെ തന്നെ പയറുമെഴുക്ക് വരട്ടിയും പിന്നെ ഒരു മുട്ടയും പൊരിച്ച്, പിന്നെ നമ്മൾ കൊണ്ടുവന്ന അച്ചാറും ഇരിപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൊടുത്തു വിടാമെന്ന് ഓർക്കുന്നത്. അപ്പോൾ പയറുമെഴുക്ക് വരട്ടിക്കുള്ളതും തലേന്ന് തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇന്ന് വെക്കുന്നത് നമ്മുടെ നോർമൽ സാമ്പാറല്ല കേട്ടോ, തൃശ്ശൂർ സ്പെഷ്യൽ ഒരു വറുത്തരച്ച സാമ്പാറാണ്. ഇത് നമ്മുടെ നാട്ടിൽ കോട്ടയം സ്റ്റൈലല്ല, നമ്മുടെ വീട്ടിലൊന്നും വെക്കാറുള്ള സാധനമേ അല്ല. അപ്പം ഞാൻ ഇതൊരു ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറഞ്ഞൊരു ചാനലിനകത്ത് അവർ വെക്കുന്ന കണ്ടു. ഒരു പ്രാവശ്യം അവരുടെ വീഡിയോ കണ്ടപ്പോഴത്തേനും ഇങ്ങനെ കണ്ടു. അപ്പം നല്ല ടേസ്റ്റ്, ഒന്ന് വെച്ച് നോക്കണമെന്ന് അവർ പറഞ്ഞ് വെച്ച് ഒന്ന് നോക്കിയത് കേട്ടോ. ശരിയാണ്, നല്ല അടിപൊളി സാമ്പാറാണ് കേട്ടോ. ഞാൻ നോർമലി സാമ്പാർ കൂട്ടുന്ന ഒരാളേ ആയിരുന്നില്ലേ. പണ്ടൊരിക്കൽ കൂട്ടിയിട്ട് എനിക്ക് സാമ്പാർ കഴിച്ചിട്ട് വയറുവേദന വന്ന് ഹോസ്പിറ്റലിലൊക്കെ പോയി, അങ്ങനെ വലിയൊരു പണി കിട്ടിയിട്ടുള്ള ഗ്യാസ് കയറിയിട്ട്. അതിൽ പിന്നെ ഞാൻ സാമ്പാർ കൂട്ടത്തേ ഉണ്ടായിരുന്ന ആളല്ല. ഈ വറുത്തരച്ച സാമ്പാർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. അതുപോലെ തന്നെ കൂട്ടി എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ വെച്ചു, ചായ എടുത്തു. പിന്നെ അത് ആദ്യക്കുട്ടിന് കൊണ്ടുപോയി നേരെ ചായയും, അതുപോലെ തന്നെ അന്ന് നാട്ടിൽ നിന്ന് എടുത്ത മഞ്ഞ റസ്ക് ഇല്ലേ അച്ഛൻ്റെ കടയിൽ നിന്ന്, അതിവിടെ ഞങ്ങൾക്ക് 3 പേർക്കും ഇഷ്ടം കേട്ടോ. രാവിലെ ആദ്യക്കുട്ടനെ ബ്രഷൊക്കെ ചെയ്യിപ്പിച്ചിട്ട് അവന് നേരെ അങ്ങ് കൊടുത്തതാണ്. എന്ന് വെച്ച് കഴിഞ്ഞപ്പം കാപ്പിക്ക് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് പഴം പുഴുങ്ങിയതും അതുപോലെ തന്നെ മുട്ട പുഴുങ്ങിയതുമാണ്. അത് ഇവിടെ എനിക്കും ഹസ്ബൻഡിനും ഇഷ്ടം. ആദ്യക്കുട്ടന് ഇതൊന്നും ഇഷ്ടമല്ല. രാവിലെ അവനെ ഏതായാലും കാപ്പിയുടെ കൂടെ, ചായയുടെ കൂടെ, പാലിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് റസ്ക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലെ പഴമൊക്കെ എങ്ങനെയും കഴിപ്പിക്കാം എന്നോർത്തിരിക്കുക. അപ്പോൾ അതേ പയറുമെഴുക്ക് വരട്ടിയുമായിട്ടുണ്ട് കേട്ടോ ഇപ്പുറത്തെ അടുപ്പേലും. അന്നപ്പോഴത്തേനും ഓർത്ത സാമ്പാറിന് ഞാൻ തേങ്ങ വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് ചിരണ്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എപ്പോഴും മിക്സിയുടെ ജാറിലിട്ടായിരുന്നു തേങ്ങ ക്രഷ് ചെയ്തെടുക്കും, നിങ്ങൾക്ക് അറിയാമല്ലോ. പക്ഷേ ഇതിപ്പോൾ കുറച്ച് മതി. ഇതിപ്പോൾ നമ്മൾ വറുത്തരച്ച സാമ്പാർ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി കറികൾക്ക് വറുത്തരയ്ക്കുന്ന അത്ര തേങ്ങ ഒന്നും വേണ്ട, കുറച്ച് മതി. അപ്പം ചിരണ്ടി എടുക്കുന്ന എളുപ്പം. ജാറിനകത്ത് ഇട്ടാൽ ശരിക്കും അങ്ങോട്ട് ആയി കിട്ടത്തില്ലേ, കുറച്ച് തേങ്ങ ഇട്ടാൽ. അതുകൊണ്ട് പിന്നെ അതേണ്ട ഞാനൊന്ന് ചിരണ്ടി എടുക്കാമെന്ന് ഓർത്ത് തേങ്ങ പൊട്ടിച്ച് അതിൻ്റെ വെള്ളവും കൂടെ അങ്ങ് എടുത്ത് വെച്ചത് ആദ്യക്കുട്ടിന് കൊടുക്കാമെന്ന് ഓർത്ത്. രാവിലെ കൊടുക്കത്തില്ല, വെറും വയറ്റിൽ ചായ കുടിച്ച പുറകെ കൊടുത്തിഞ്ഞ് വല്ല വയറുവേദന എടുത്താലോ എന്നോർത്ത് വെള്ളം ഞാൻ മാറ്റി വെച്ചു. പിന്നെ അതേ നേരെ തേങ്ങ ചിരണ്ടാനെടുത്തു. എൻ്റെ ചിരവയ്ക്കാണെങ്കിൽ നല്ലോണം മൂർച്ച കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ചിരവയും എൻ്റെ കത്തിയും വാക്കത്തിയും എല്ലാം കൂടെ നമ്മൾ താമസം മാറിയ സമയത്ത് അച്ഛൻ അന്ന് കൂപ്പളിയിൽ അച്ഛൻ്റെ കടയുടെ തൊട്ടിപ്പുറത്തൊരു കടയുണ്ട്. അപ്പോൾ അവിടുന്ന് അന്ന് മേടിച്ച് തന്ന സാധനമാണ്. അപ്പം ഞാൻ ഇപ്രാവശ്യം പോകുമ്പോൾ അതേ കടയിൽ നിന്ന് ഒരു കത്തിയും അതുപോലെ ഈ ചിരവയൊക്കെ ഇങ്ങനെ രാകുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതും കൂടെ മേടിക്കണമെന്നൊക്കെ ഓർത്തുകൊണ്ടായിരുന്നു പോയത്. പക്ഷേ അന്ന് നമ്മൾ കടയിൽ പോയ ആ ദിവസം ഇപ്പുറത്തെ കട ഇല്ലായിരുന്നു. പിന്നെ അതൊന്നും മേടിച്ചുമില്ല, അങ്ങനെ അങ്ങ് പോന്നു. അങ്ങനെ ഏതായാലും തേങ്ങ ഒരു വിധത്തിൽ ചിരണ്ടി എടുത്ത് കേട്ടോ. ചിരണ്ടി എടുക്കാൻ പറ്റും, എന്നാലും ഇച്ചിരി മൂർച്ച കുറവുള്ളതുപോലെ ഇരിക്കുന്നു. എനിക്ക് തോന്നുന്നു എപ്പോഴും യൂസ് ചെയ്യാത്തതുകൊണ്ടാണോ എന്നൊരു സംശയം.
അങ്ങനെ എന്തായാലും ദേ ചിരണ്ടി എടുത്ത് ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ടങ്ങ് വറക്കുവാണ്. അപ്പോൾ ഇതിനകത്ത് വേണ്ടത് എന്താ നമ്മുടെ കുറച്ച് തേങ്ങ ചിരണ്ടിയത്, പിന്നെ കൊച്ചുള്ളി, അതുപോലെ തന്നെ 2 കഷ്ണം വെളുത്തുള്ളി, വറ്റൽമുളക് നമ്മുടെ എരിവിനനുസരിച്ചാണ്. ഞാൻ ആകെ 2 കുഞ്ഞു മുളകേ ഇട്ടിട്ടുള്ളത്. പിന്നെ എന്താണ് ഉഴുന്ന് പരിപ്പ്, കുറച്ച് ഉഴുന്ന്, കുറച്ച് പരിപ്പ്, കുറച്ച് ഉലുവ, പിന്നെ കായപ്പൊടി ഞാൻ ഈ കൂടെ ഇടാൻ മറന്നുപോയേ. ഞാൻ പിന്നെ അത് വറുത്ത് അരച്ച സമയത്തായി കൂടെ ഇട്ടത്. അപ്പം അതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് കരിഞ്ഞു പോകാതെ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കൊന്ന് കൈ വിട്ടിട്ട് പോയാൽ കരിഞ്ഞു പോകും. ഇപ്പം ഞാനിത് ഇളക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ എന്തിനോ പോയിട്ട് വന്നപ്പോഴത്തേനും അടി ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഉലുവ ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേനും ഉലുവ ഇട്ട്. അപ്പോൾ അതേ ചായ എടുത്ത് വെച്ചിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇതേ ചായയും കുടിച്ചോണ്ടാണ് ഇളക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കുമ്പോൾ ഗ്യാസ് നമുക്ക് നല്ലപോലെ ആവും കേട്ടോ. നോർമൽ സാമ്പാറായിരുന്നു, ഇപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഓർക്കുമായിരുന്നു ഇൻഡക്ഷൻ കുക്കർ ഒരെണ്ണം കൂടെ ഉണ്ടേ അതായിരുന്നു ഇതിലും ഭേദമെന്ന്. കാരണം നമുക്കിവിടെ കറണ്ട് ചാർജ് അധികം ആകത്തില്ലേ. ഈ ബാംഗ്ലൂരൊക്കെ പിന്നെ അങ്ങനെ ഗുണമുണ്ട്. പക്ഷെ ഗ്യാസിന് നല്ല എമൗണ്ട് ആണല്ലോ. അപ്പോൾ ഇതിലും ഭേദം ഒരു ഇൻഡക്ഷനോടെ ഉണ്ടേ അതായിരുന്നു നല്ലതെന്ന് ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു. അതേ ചായയൊക്കെ കുടിച്ചുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി. അപ്പോഴത്തേനും ചോറ് തിളച്ച് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ ഇത് വെള്ളയരിയാണ്. നമ്മുടെ നോർമൽ അരിയൊക്കെ ഇനി നമുക്ക് പോയി മേടിക്കണം. എനിക്കാണ് ഇതിനെക്കാട്ടിലും ഇഷ്ടം നമ്മുടെ അവിടുത്തെ ആ ചുമന്ന നമ്മുടെ അരി ഉണ്ടല്ലോ, മട്ട റൈസ്. അപ്പം അതിവിടെ കിട്ടും സൂപ്പർ മാർക്കറ്റിലൊക്കെ ലൂസായിട്ട്. പിന്നെ പോകുമ്പോൾ അതും മേടിക്കണം. അപ്പം പിന്നെ അതേ ചോറ് ഏതായാലും പെട്ടെന്നാവും കേട്ടോ ഈ അരി ആകുമ്പോൾ. പിന്നെ ഇവിടെ ഹസ്ബൻഡിനാണെങ്കിൽ ഈ ചോറാണ് ഇഷ്ടവും. അങ്ങനെ അതേ ചോറായപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് വിളമ്പി അങ്ങ് തണുക്കാൻ മാറ്റി വെച്ചതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഈ ലാപ്ടോപ്പിന്റെ കൂടെയൊക്കെ കയറ്റി വെക്കും, ഇനി വല്ല കുഴപ്പമുണ്ടെങ്കിലും എന്നോർത്ത് ഞാൻ അങ്ങനെ ചോറ് നേരത്തെ അങ്ങ് തണുക്കാൻ മാറ്റി വെക്കും. അപ്പോഴത്തേൻ്റെ നമ്മൾ വറുത്ത് വെച്ച ആ തേങ്ങയുടെ കൂട്ടെല്ലാം കൂടി നന്നായിട്ട് തണുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മിക്സി ജാറിലിട്ട് അരച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കായത്തിൻ്റെ കാര്യം ഓർത്തത്. പിന്നെ നന്നായിട്ട് കായപ്പൊടി അതിനകത്ത് ഇടണം കേട്ടോ. അങ്ങനെ കായം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചിട്ട് പിന്നെ നേരെ നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ കടുകും വറുത്ത്. ഇവിടെ പിന്നെ കരിവേപ്പില നാട്ടിൽ നിന്ന് കൊണ്ടുവന്നുകൊണ്ട് ഇഷ്ടം പോലെ ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ നന്നായിട്ട് കറിവേപ്പില ഇട്ടാ കേട്ടോ കടുക് വറുത്തത്. അങ്ങനെ കടുകും വറുത്തത് ഇതെല്ലാം കൂടെ ചേർത്ത് പിന്നെ പുളി, നന്നായിട്ട് ഇച്ചിരി പുളിയുള്ളത് എനിക്ക് ഇഷ്ടം സാമ്പാറിന് കൂട്ടുമ്പോൾ. അപ്പോൾ അതും കൂടെ ചേർത്ത് ഇളക്കി നല്ല അടിപൊളി സാമ്പാറാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ കോട്ടയംകാർ എനിക്ക് തോന്നുന്നു ഇങ്ങനെ വെക്കാറില്ലെന്ന്. എന്തായാലും നല്ല സാമ്പാറാണ്. അപ്പോഴത്തേന് ഹസ്ബൻഡ് ഇതേ കുളിയൊക്കെ കഴിഞ്ഞ് പോകാൻ റെഡിയായി വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ കഴിക്കാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോയി കൊടുത്തിട്ട് പിന്നെ നേരെ ബാക്കി ചോറിനകത്ത് പയർ മെഴുക്കുവരട്ടിയൊക്കെ വെച്ച്, ചോറപ്പോഴത്തേക്കും നന്നായിട്ട് തണുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതും മെഴുക്കുവരട്ടി അതിനകത്ത് വെച്ചു. പിന്നെ സാമ്പാറും വേറൊരു പാത്രത്തിലാക്കിയിട്ട് ഒരു മുട്ടയും കൂടെ പൊരിക്കാമെന്ന് വെച്ച്. ഇന്ന് മുട്ട അടി പിടിച്ചു പോയി പാത്രത്തിൻ്റെ. അതെന്തോ പറ്റിയെന്ന് അറിയത്തില്ല. സാധാരണ ഞാൻ എണ്ണ ഒഴിക്കാതെ ആയിരുന്നു ഉണ്ടാക്കുന്നത്. നോൺ സ്റ്റിക്ക് പാത്രത്തിൽ അങ്ങനെ കുഴപ്പമുള്ള അല്ലായിരുന്നു. പിന്നെ എന്തോ പറ്റിയെന്ന് അറിയത്തില്ല. പിന്നെ കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് അടുക്കി പിടിച്ചതേ ഉണ്ടായിരുന്നുള്ളേ. പിന്നെ അതേ ഞങ്ങളുടെ ഫേവററ്റ് കണ്ണിമാങ്ങാച്ചാറ് കേട്ടോ. ആളുടെ പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ്. അപ്പം അതും വെച്ച് കൊടുത്തിട്ട് നേരെ ഏതേണ്ട ഞാൻ പൊതി കെട്ടാൻ പോയി. അപ്പം ഇതെല്ലാം ഇതുപോലെ ഒന്ന് അടച്ച് ആ ലഞ്ച് ബാഗിലും കൂടെ ആക്കി ഞാൻ വെച്ച് കൊടുക്കും കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ മറന്ന് ഇവിടെ വെച്ചിട്ട് പോകും. അപ്പോൾ അതേണ്ട ആദ്യക്കുട്ടന് സ്കൂളിൽ പോകണ്ടായിരുന്നപ്പോൾ അവനും ഇതുപോലെ തന്നെ ലഞ്ചല്ല, അവന് ജസ്റ്റ് സ്നാക്കും കൂടെ ഇതുപോലെ ആക്കി കൊടുക്കണമായിരുന്നു. അപ്പോൾ ഈ വർഷം തൊട്ട് ആദ്യക്കുട്ടന് 3 മണി വരെ ക്ലാസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വർഷം തൊട്ട് ഒരു പൊതിയും കൂടി ഇതുപോലെ കെട്ടേണ്ടി വരും. ഹലോ, ഞാൻ ഇപ്പോഴാണ് ഫ്രീ ആയത്. അപ്പോൾ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു കേട്ടോ. രാവിലെ നല്ല തിരക്കായിരുന്നു. കാരണം ഹസ്ബൻഡിന് ഫുഡ് കൊടുത്തു വിടണമായിരുന്നു. അപ്പം ചോറും കറികളൊക്കെ സാമ്പാർ വെച്ചു, പിന്നെന്താ പയറ് മെഴുക്കുവരട്ടി വെച്ചു. അപ്പം നമുക്കിന്ന് കറിയുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഉച്ചക്കത്തേനുള്ള ഫുഡിന്റെ പരിപാടികളെല്ലാം കഴിഞ്ഞ്. അതുകൊണ്ട് പിന്നെ എന്താ രാവിലെ ഇച്ചിരി തിരക്കാണെങ്കിലും ഇനിയിപ്പോൾ റെസ്റ്റ് എടുക്കാം. ഇനിയിപ്പോൾ എന്താ കുളിക്കണം, നനയ്ക്കണം, പിന്നെ കുറച്ച് ക്ലീനിങ് ഉണ്ട്, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉള്ളൂ. നമ്മൾ രാവിലെ കുറച്ച് ഇതുപോലെ ഓഫീസിലോ സ്കൂളിലോ ഒക്കെ പോകേണ്ട ദിവസമാണ്. നമ്മൾ രാവിലെ കുറച്ച് കഷ്ടപ്പെട്ടാൽ നമുക്ക് പെട്ടെന്ന് ആ ദിവസത്തെ പരിപാടികളെല്ലാം കഴിയും. അങ്ങനെ ഇനിയിപ്പോൾ എന്താ ഞാനും അതിക്കുട്ടിനോട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ നേരെ കയറി കുളിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.